സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ഡേ ആണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് സംസ്ഥാന ഘടകം ഈ ദിനം മഹത്തരമായിട്ടുള്ള ആവശ്യത്തിനു വേണ്ടിയാണ് ഇത്തവണ വിനിയോഗിക്കുന്നത്. COVID-19 രോഗബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കോവിഡിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനത്തിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതായി അറിയിക്കുന്നു. കോവിഡിനെ പ്രതിരോധിക്കുന്ന ചരിത്രപരമായ ദൗത്യത്തിൽ എല്ലാവരും പങ്കെടുക്കുകയാണ്. ഫിസിയോതെറാപ്പി എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്കും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലുള്ള ആളുകൾക്കും ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. വളരെ സ്തുത്യർഹമായ രീതിയിലാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഈ പ്രവർത്തന മേഖലയിൽ ഇടപെടുന്നത്. പ്രായം ചെന്നവർക്കും കുട്ടികൾക്കും അപകടങ്ങൾ സംഭവിച്ച് മോർബിഡിറ്റി ഉണ്ടായിട്ടുള്ള ആളുകൾക്കും എല്ലാം ഫിസിയോതെറാപ്പിയുടെ ഗുണഗണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8 വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനം ആചരിക്കുന്നു. ആരോഗ്യ പരിപാലന രംഗത്ത് നിർണായകമായ പങ്കാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് കൂടുതൽ പ്രസക്തമായ ഒരു വിഭാഗമായി ഫിസിയോതെറാപ്പി മാറിയിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നു. അത് ഈ ദിനം അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. എല്ലാവർക്കും ഞാൻ ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. ആരോഗ്യരംഗത്ത് പല വെല്ലുവിളികൾ നേരിടുന്ന അവസരത്തിൽ ഫിസിയോതെറാപ്പി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടേതായ വലിയ കടമ നിറവേറ്റാനുണ്ട്. ആ കടമ നിറവേറ്റുന്ന രംഗത്ത് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആരോഗ്യമേഖല ആചരിക്കുകയാണ്. ആരോഗ്യമേഖലയിൽ വേദന നിവാരണത്തിലും വൈകല്യ വിമുക്ത സമൂഹത്തിനായും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവരാണ് ലോകത്തെമ്പാടുമുള്ള ഫിസിയോതെറാപ്പി സമൂഹം. കായിക രംഗത്തവരുടെ സേവനം പകരം വെക്കാനാവാത്തതാണ്. ഫിസിയോതെറാപ്പി ചികിത്സയുടെ ഗുണഫലങ്ങൾ എനിക്ക് നല്ലതുപോലെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും ഫിസിയോതെറാപ്പി ചികിത്സക്ക് വിധേയനായിട്ടുണ്ട്. ഇപ്പോഴും ഫിസിയോതെറാപ്പി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ ഭേദപ്പെട്ടിട്ടുണ്ട്. ഇത് ആരോഗ്യമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ, മനുഷ്യൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ, അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ, വേദന സംഹാരിയായി അലോപ്പതി രംഗത്തെ ചികിത്സയുടെ അവിഭാജ്യ ഘടകമായി ഫിസിയോതെറാപ്പി സജീവമായി ചികിത്സാരംഗത്ത് നിലനിൽക്കുകയാണ്. എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഇന്നത്തെ ദിവസം ലോകം മുഴുവൻ ഫിസിയോതെറാപ്പി ചികിത്സയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. ഫിസിയോതെറാപ്പി ചികിത്സ പല രോഗങ്ങൾക്കും ഫലപ്രദമാണെന്ന് ഇതിനകം തെളിയിക്കപ്പെടുന്നു. യാതൊരുവിധ മരുന്നും ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ടാണ് മരുന്ന് കമ്പനിക്കാരും കോർപ്പറേറ്റ് ശക്തികളും ഫിസിയോതെറാപ്പി ചികിത്സാ രീതിയെ എതിർക്കാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് ചില അസുഖങ്ങൾക്ക് വളരെ വേഗം സുഖം പ്രാപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നട്ടലിന് അസുഖം ബാധിക്കുന്നത്, സന്ധിവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഫിസിയോതെറാപ്പി വഴി ഫലപ്രദമായി ചികിത്സ ലഭ്യമാക്കപ്പെടുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ട ഫിസിയോതെറാപ്പി ചികിത്സയെ ആ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവിധ ചികിത്സാ രീതികളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിരിക്കണം നാം സ്വീകരിക്കേണ്ടുന്ന സമീപനം. ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല. അതുകൊണ്ട് ഈ മേഖലയ്ക്ക് അർഹമായിട്ടുള്ള പരിഗണന ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഇപ്രാവശ്യത്തെ ഫിസിയോതെറാപ്പി ദിനം കടന്നു വരുന്നത് മഹാമാരിക്ക് നടുവിലാണ്. ജീവിതശൈലി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സമൂഹത്തിന് യാതൊരു പാർശ്വഫലവുമില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. നമുക്കറിയാം,
ആക്സിഡൻ്റ് ആണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള ശരീരത്തിന് ചതവോ ഒക്കെ ഏൽക്കുന്നവർക്ക് മറ്റ് പോകുന്ന ഘട്ടത്തിൽ പോലും ശ്രദ്ധാപൂർവം നടത്തുന്ന ഫിസിയോതെറാപ്പി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അതിജീവനത്തിലേക്ക് ഫിസിയോതെറാപ്പി നമ്മെ സഹായിക്കും. ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കെല്ലാം ഈ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ ആശംസകൾ. നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നും പാർശ്വഫലവും ഇല്ലാത്ത ആധുനിക ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. കോവിഡ് മഹാമാരിക്കെതിരെ പടപൊരുതുന്ന മുന്നണി പോരാളികളിൽ മുൻപന്തിയിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് അവരുടെ അന്താരാഷ്ട്ര ദിനത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ഫിസിയോതെറാപ്പി ദിന ആശംസ. സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഫിസിയോതെറാപ്പിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. മനുഷ്യന് സാധാരണ രീതിയിൽ അവയവങ്ങളുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഇപ്പോൾ കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ നടക്കാൻ പ്രയാസമുള്ളവരുണ്ടാവാം, എഴുന്നേറ്റിരിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവാം, കിടപ്പ് രോഗികളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള അതിൽ പ്രധാനപ്പെട്ടാണ് കിടപ്പ് രോഗികളുടെ കാര്യം. അപ്പോൾ ഇവർക്കൊക്കെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് തെറാപ്പിയാണ്. അപ്പോൾ ആ തെറാപ്പി എന്ന് പറയുമ്പോൾ ഇതിന് ലിമിറ്റില്ല. വൃക്ക രോഗികൾക്ക് ആജീവനാന്ത ചികിത്സ പോലെ തന്നെയാണ് ഈ അംഗവൈകല്യങ്ങളുള്ളവർക്കും കിടപ്പ് രോഗികൾക്കും ചലനശേഷിക്ക് പ്രയാസമുള്ളവർക്കും അവർക്ക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ തെറാപ്പിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മറ്റ് ഡോക്ടർമാർക്കും മറ്റ് ചികിത്സാ വിദഗ്ധർക്കും കിട്ടുന്ന ഒരു അംഗീകാരം പലപ്പോഴും തെറാപ്പിസ്റ്റുകൾക്ക് സമൂഹം നൽകുന്നില്ല എന്നത് ഒരു ന്യൂനതയാണ്. ഈ വേൾഡ് ഫിസിയോതെറാപ്പി ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഫിസിയോതെറാപ്പിസ്റ്റുകളെ കുറേ കൂടെ അംഗീകരിക്കുകയും അവരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ഡേ അതിനുള്ള ഒരവസരമായി മാറ്റട്ടെ. ഇതുവരെയുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ദിവസത്തിന് എല്ലാ രീതിയിലുള്ള നന്മകളുണ്ടാവട്ടെ. ഒരുപാട് ആളുകൾക്ക് സഹായം നൽകുന്ന തെറാപ്പിസ്റ്റുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. അലോപ്പതി ചികിത്സാ രംഗത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ മൂലമുണ്ടാകുന്ന സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള ശാരീരിക ആഘാതങ്ങൾ, അതിൽ നിന്ന് മനുഷ്യനെ പൂർണ്ണമായി വിമുക്തമാക്കാൻ ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ സാധിക്കും. സ്പോർട്സ് രംഗത്ത് പലപ്പോഴും പലതരത്തിലുള്ള മൈനർ ഇഞ്ചുറിക്കും സാധ്യതയുണ്ട്. തീർച്ചയായും നമ്മുടെ സ്പോർട്സ് മേഖലയിലുള്ളവർക്ക് ഫിസിയോതെറാപ്പി അവരുടെ പരിശീലനത്തിനോടൊപ്പം ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. തീർച്ചയായും ഇന്നത്തെ ആധുനിക ലോകത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രചാരം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഫിസിയോതെറാപ്പി ദിനം ആചരിക്കുന്നത് വളരെയധികം ക്ഷമയോടെ അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ആരോഗ്യരംഗത്ത് കൂടുതൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാനും വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസമേകാനും സന്തോഷകരമായ സംതൃപ്തപൂർണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഫിസിയോതെറാപ്പിസ്റ്റുകൾ വഴിയൊരുക്കുന്നു. വേദനയുടെ വഴികളിൽ എല്ലാ മനുഷ്യർക്കും സമാശ്വാസത്തിൻ്റെ, തിരിച്ചുവരവിൻ്റെ, സന്തോഷത്തിൻ്റെ വഴിയൊരുക്കുന്ന ലോകമെങ്ങുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഈ ദിനത്തിൽ സർവ്വവിധ ആശംസകളും നേരുന്നു. ചലന ശാസ്ത്രത്തിലും അതുപോലെ തന്നെ വ്യായാമ ചികിത്സയിലും വൈദഗ്ധ്യം നേടിയവരാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. നമുക്കറിയാം, ഫിസിയോതെറാപ്പി കൊണ്ട് നമ്മുടെ ശരീരം കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുകയും
വേദനയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തരുവാനും ഒക്കെ സാധിക്കുന്നു. അത്തരത്തിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. ഈ സെപ്റ്റംബർ 8 തീയതി വേൾഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡേ ആണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫിസിയോതെറാപ്പിസ്റ്റിന് എല്ലാ ആശംസകളും നൽകുന്നു. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വിപുലമായ പരിപാടികൾ ദേശവ്യാപകമായി നടന്നത് ഞാൻ നോക്കുകയാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ മരുന്നും പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ വേദന നിവാരണം വരുത്തുന്നതിന് ഇത്രയും അനുയോജ്യമായി ഉപകരിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതി അപൂർവമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ശരീരഭാഗങ്ങൾ ചലനമില്ലാതെ, അതുപോലെ സന്ധികൾ ചലനമില്ലാതെ വരുമ്പോൾ അതിന് ചലനക്ഷമത ഉണ്ടാക്കുന്നതിന് വളരെ വളരെ അനുയോജ്യമായ ഒരു ചികിത്സാ രീതിയായിട്ടാണ് ഇന്ന് ലോകമെമ്പാടും ഈ ഫിസിയോതെറാപ്പി കണ്ടുവരുന്നത്. വളരെ വിദഗ്ധന്മാരായ, പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അവരിന്ന് ഈ രാജ്യത്തും ലോകത്തും സംസ്ഥാനത്തുടനീളം ഇതിന്റെ സേവനം നടത്തി വരികയാണ്. ആ സമൂഹത്തിനാകെ, പ്രത്യേകിച്ചും വിദഗ്ധരായ എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഞാൻ ഈ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ എന്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. Wishing Arun and all his friends the very best. One of the best physios around, and I'm sure you will do much more in future. All the very best, and may God bless you and have a great day. As we all know, it's the World Physiotherapist Day. So to all the physiotherapists across the globe, thank you very much for being there and helping each and every soul, just like me. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. അനേകം രോഗികൾക്ക് അതിവേഗം ആശ്വാസവും കരുത്തും നൽകാൻ ഉപകരിക്കുന്ന വ്യത്യസ്തമായ ഒരു സവിശേഷ ചികിത്സാ സമ്പ്രദായമാണ് ഫിസിയോതെറാപ്പി. നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ മാറ്റങ്ങൾ പല മേഖലയിലും സംഭവിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന് ഫിസിയോതെറാപ്പി മേഖല ചെയ്യുന്ന സേവനം നിസ്തുലമാണ്. യാതൊരു അപകടവും കൂടാതെ രോഗി സുരക്ഷിതനായി സുഖം പ്രാപിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു സവിശേഷതയാണ്. ഈ ഫിസിയോതെറാപ്പി ദിനത്തിൽ രോഗികൾക്ക് കൂടുതൽ ആശ്വാസവും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ആത്മവിശ്വാസവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഫിസിയോതെറാപ്പിയെ പറ്റി 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊക്കെ സ്ഥിരമായി ഷൂട്ടിങ്ങിന് പോയിട്ട് ധാരാളം ഇഞ്ചുറീസ് പറ്റും. കഴുത്ത്, ഷോൾഡറായിരിക്കാം, നടുവായിരിക്കാം, മുട്ടായിരിക്കാം. ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആ ശാരീരിക പ്രയാസങ്ങളും വേദനകളും അകറ്റാൻ സഹായിച്ചത് ഫിസിയോതെറാപ്പിയായിരുന്നു. അപ്പം ഞാൻ പലരോടും പറയാറുണ്ട്, ഇന്നത്തെ ഒരു മോഡേൺ ലൈഫിനകത്ത് പലതരം വേദനകൾ, അതിനെ നമ്മൾ എപ്പോഴും പരിഹാരമാണല്ലോ നോക്കുന്നത് ശാരീരിക വേദനയ്ക്ക്. അതിന് ഏറ്റവും നല്ലൊരു ചികിത്സാ സമ്പ്രദായമാണ് ഫിസിയോതെറാപ്പി. അപ്പോൾ ഈ ഒരു ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകൾ. ഇന്ന് സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോ ദിനമാണ്. നമുക്കറിയാം, കാലൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരും. പിന്നെ നമ്മളെ ഫിറ്റ്നസ് ആക്കുന്നത് ഫിസിയോ ഡോക്ടർമാർ തന്നെയാണ്. വലിയൊരു കാര്യം തന്നെ. കാരണം നമ്മളൊക്കെ ഇത്രയും കളിച്ച് നടക്കുന്നത്, ഇത്രയധികം ഇഞ്ചുറി വന്നിട്ട് റിക്കവർ ചെയ്യിപ്പിക്കുന്നത് ഫിസിയോ തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലി തന്നെയാണ്. അത്രയും ആത്മാർത്ഥമായിട്ട്, കാരണം എനിക്ക് നല്ല അനുഭവങ്ങളാണ്. കാരണം ഞാൻ നഷ്ടമാരി ഇഞ്ചുറി ആയിട്ടുള്ള ഹാംസ്ട്രിങ് പിടിച്ചിട്ടുള്ളതാണ്. അതൊക്കെ റെഡിയാക്കി എന്നുള്ളത് ഫിസിയോ തന്നെയാണ്. ഈ ഫിസിയോ വേൾഡ് ഫിസിയോ ദിനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ എല്ലാ ഫിസിയോ സുഹൃത്തുക്കൾക്കും എൻ്റെ ആദരവും അഭിവാദ്യങ്ങളും. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ് എന്നിവ ഏറെ പ്രസക്തമാവുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മൂവ്മെന്റുകളെ ഗൈഡ് ചെയ്യുന്നു, നമ്മളുടെ ഫങ്ഷൻസ് റിസ്റ്റോർ ചെയ്യുന്നു, നമ്മളുടെ വേദനകൾ അകറ്റുന്നു.
നമ്മളുടെ ലൈഫ് തന്നെ റിപ്പയർ ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് വളർന്നിരിക്കുന്നു ഫിസിയോതെറാപ്പി എന്ന ശാഖ. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കപ്പെടുമ്പോൾ എന്റെ എല്ലാ ഫിസിയോതെറാപ്പി സുഹൃത്തുക്കൾക്കും പ്രൊഫഷണൽസും ഹൃദയം നിറഞ്ഞ ആശംസകൾ. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ആധുനിക ചികിത്സാ രീതിയിൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ചികിത്സ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫിസിയോതെറാപ്പി. ലോകത്തുള്ള എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും അവരുടെ ഈ ഫിസിയോതെറാപ്പി ദിനത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു. Hello everyone, Sandesh Singh in this side. I'm wishing you all a very happy World PT Day. In my opinion, physiotherapists are one of the most important persons in my career because they make you ready for every game, for every training session, and they work relentlessly. And often they don't get enough recognition and appreciation, but in my life, in my teams, physiotherapists are the real stars because we know how important they are for us. So yes, keep up the good work and my best wishes to you all. വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനും ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിക്കുകൾ പരിഹരിക്കുന്നതിനും ഫിസിയോതെറാപ്പി വളരെയധികം ഫലപ്രദവും അനിവാര്യവുമാണ്. സെപ്റ്റംബർ 8 ലോകമൊട്ടാകെ ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുന്നു. ആ ദിനത്തിൽ എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എൻ്റെ ഫിസിയോതെറാപ്പി ദിന ആശംസകൾ. Hi Arun, I understand 8th September you are celebrating World Physiotherapist Day. I take this opportunity to wish you all a wonderful time and have a great celebration. I would like to thank all my physiotherapists who took good care and great support for my each and every step. You guys made my career awesome. Thank you so much for being there for every difficult time. I wish you a happy Physiotherapist Day. ഫിസിയോതെറാപ്പി ദിനം ആചരിക്കുന്ന ഈ വേളയിൽ അതിപ്രധാനമായ ഈ ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കായ വിദഗ്ധർക്ക് ലോകത്തിൻ്റെ ആദരവും നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഭാരതീയർ. അതുപോലെ തന്നെ പാശ്ചാത്യ വിചാരധാരയിലും മെൻസ് സാന ഇൻ കോർപ്പോറി സാന എന്നും സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഭാരതീയ ആചാര്യന്മാരും പാശ്ചാത്യ ചിന്തകരും പ്രവർത്തകരും പെർ ഹെൻറി ലിങ്ങിനെ പോലുള്ള വിദഗ്ധരും ചേർന്ന് രൂപപ്പെടുത്തിയ ഈ ആരോഗ്യ പരിപാലന ശാഖ നമ്മുടെ ലോകത്തിൻ്റെ ആരോഗ്യത്തിന് എത്രത്തോളം സഹായകരമാകും എന്നതിനെക്കുറിച്ച് നവതലമുറയെ ബോധ്യപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകത്ത് ഫിസിയോതെറാപ്പി രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വിദഗ്ധർക്കും നമ്മുടെ എല്ലാം ലോകത്തിൻ്റെ എല്ലാം ആദരവും നന്ദിയും അറിയിക്കുകയാണ്. 8th of September, World Physiotherapist Day. I know by my own experience how wonderful you guys are, what kind of hard work you put in. I was blessed throughout my career to know so many amazing physiotherapists for their technical knowledge, for the kind of kindness they possess, for the way they have treated me. A lot of what I've achieved is because of all the amazing physiotherapists that I had in my life. I also want to extend my congratulations and thank you to every physiotherapist in the world for doing an amazing job. You guys are wonderful. All the very best. Keep doing the good work. ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഇന്ന് ലോകത്താകെ വികസിച്ചു വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. മരുന്ന് സേവിക്കാതെ തന്നെ ശരീരത്തുണ്ടാവുന്ന അസ്വസ്ഥതകൾ ദൂരീകരിക്കുന്നതിന് ഈ ഫിസിയോതെറാപ്പി ഉപകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫിസിയോതെറാപ്പി വിഭാഗത്തിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ചികിത്സ തേടുന്നവർക്കൊക്കെ തന്നെ ആശ്വാസം ലഭിക്കുന്ന നില ഉണ്ട്. ഫിസിയോതെറാപ്പി ദിനം വളരെ ഗൗരവമായി ആചരിക്കുവാനും ഫിസിയോതെറാപ്പി മൂലം ആശ്വാസം നൽകിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കാനൊക്കെ കിട്ടിയ അവസരമായിരുന്നു ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ദിനം. എന്നാൽ കോവിഡ് മറവിൽ നമുക്ക് അതൊന്നും തന്നെ ആഘോഷിക്കാനോ ആചരിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എങ്കിലും ഇന്നിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ
വളർന്നു വരുന്ന ഒരു ആരോഗ്യ ശാഖയാണ് ഫിസിയോതെറാപ്പി എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഫിസിയോതെറാപ്പി രംഗത്ത് നിൽക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ. ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ എൻ്റെ എല്ലാ ഫിസിയോ സുഹൃത്തുക്കൾക്കും എൻ്റെ ആദരവും അഭിവാദ്യങ്ങളും. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ലോകത്താകെ ഈ ദിനം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നിരവധി ആളുകൾക്ക് കോവിഡ് എന്ന മഹാമാരി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും അവരെ മോചിതരാക്കുക എന്നുള്ളതാണ്. അതിന് കഴിയത്തക്ക നിലയിൽ ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമ മുറകൾ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന സംഘടന, അവരുടെ സംഘടന, അതിൻ്റെ ഭാഗമായി ലോകത്ത് ഈ ശാസ്ത്രീയമായിട്ടുള്ള എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, അത് അവലംബിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ലക്ഷ്യം. തീർച്ചയായും നിങ്ങളുടെ ആ ലക്ഷ്യം വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മയും ആശംസകളും അറിയിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 8 ലോകം മുഴുവനും ഫിസിയോതെറാപ്പി ഡേ ആചരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ മാത്രമല്ല, എന്നെപ്പോലെയുള്ള സംഗീതജ്ഞർക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഈ ഫിസിയോതെറാപ്പി. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള മ്യൂസിഷ്യൻസിനെ ഫിസിക്കൽ അധ്വാനം, മൈൻഡും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ കൈയും ഇതെല്ലാം ഒരുപാട് എക്സർഷൻ ആവുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് വല്ലപ്പോഴൊരിക്കൽ ഇതേപോലെ ഫിസിയോതെറാപ്പിക്കായിട്ട് ബന്ധപ്പെടേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം ഈ ദിവസത്തിൽ നിങ്ങളോട് 2 വാക്ക് പറയാൻ പറ്റിയതും ഈ ലോകം മുഴുവനുള്ള എല്ലാ ഫിസിയോതെറാപ്പി വർക്കേഴ്സിനും, ഡോക്ടേഴ്സിനും, നഴ്സുമാർക്കും, ഹൂവർ ഇറ്റ് ഈസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. The 8th of September is celebrated every year as World Physiotherapy Day all over the world. This is a wonderful art because physiotherapy relates to the management of pain and rehabilitation of the patient without any medicines. Every single physiotherapist in the world is rendering a great service to humanity by practicing this art. On this occasion, I wish to extend my best wishes, congratulations, felicitations, appreciation and blessings to all physiotherapists all over the world on the occasion of World Physiotherapy Day 2020. ഇന്ന് സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണ്. അപ്പോൾ എൻ്റെ ലൈഫിലും ഫുട്ബോൾ കരിയറിലൊക്കെ ഒരു ഫിസിയോൻ്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. ഇവരോടൊന്ന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. even though I'm grateful. Thank you so much. And എല്ലാ വേൾഡിലുള്ള എല്ലാ ഫിസിയോസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു. താങ്ക് യു. കീപ് മൂവിങ്. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ആതുര സേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓൾ ദ ബെസ്റ്റ്. Today, September 8th, World Physiotherapy Day. As a sports person, I would definitely know the importance of physiotherapy, which I had experienced throughout my sports life. The world is going through this pandemic situation of COVID-19. The effort put towards by its physiotherapy to bring them back to the normal life is highly appreciable. I really wish them World Physiotherapy Day from bottom of my heart. On this opportunity, I like to thank all the physiotherapists who helped me to come back from injuries with full hopes and power. I wish you all happy Physiotherapist Day. വൈകല്യ നിവാരണത്തിൽ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ. സെപ്റ്റംബർ 8 ലോകമെമ്പാടും ഫിസിയോതെറാപ്പി സമൂഹം അന്താരാഷ്ട്ര ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുന്നു. ഈ വേളയിൽ എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.
ശരിക്കും നമ്മുടെ എല്ലാവരും നോർമൽ ലൈഫിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സർജറി കഴിഞ്ഞാലും എന്തുമാത്രം തിരിച്ച് പെട്ടെന്ന് റിക്കവർ ചെയ്ത് നോർമൽ ലൈഫിലോട്ട് വരണമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചായിരുന്നാലും പെട്ടെന്ന് വരുന്ന ഇഞ്ചുറീസ് മാനേജ് ചെയ്യുക, തിരിച്ച് ഗ്രൗണ്ടിലോട്ട് പെട്ടെന്ന് കൊണ്ടുവരിക, അതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ വിഷ് എ ഹാപ്പി ഫിസിയോതെറാപ്പിസ്റ്റ് ഡേ ഫോർ ഓൾ ദ ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻ ദ വേൾഡ്. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ഫിസിയോതെറാപ്പി. പല കാരണങ്ങൾ കൊണ്ടും പൂർണ്ണമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെട്ടവരെ സ്നേഹമസൃണമായ കരുതലോടെയുള്ള വ്യായാമ മുറകളിലൂടെ നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും എൻ്റെ പ്രാർത്ഥനകളും ആശംസകളും. ആരോഗ്യ പരിപാലന രംഗത്ത് അതിവേഗം വികസിച്ചു വരുന്ന ചികിത്സാ സമ്പ്രദായമാണ് ഫിസിയോതെറാപ്പി. കേവലം ശാരീരിക പരിരക്ഷ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അത് നമ്മുടെ ശാരീരികവും മാനസികവും ആയ ആരോഗ്യത്തെ പരിപാലിച്ച് ഒരു പൂർണ്ണത എത്തിക്കുന്നതിന്, സമ്പൂർണമായ ആരോഗ്യം കൈവരിക്കുന്നതിന് ഫിസിയോതെറാപ്പി അംഗീകരിക്കപ്പെട്ട ഒരു സമ്പ്രദായം എന്നുള്ള നിലക്ക് പ്രാധാന്യമർഹിക്കുന്നു വർത്തമാനകാലത്ത്. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം ആണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ചികിത്സകരെയും ഹൃദയപൂർവ്വം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. അവർക്ക് എൻ്റെ ആശംസകൾ നേരുന്നു. ഫിസിയോതെറാപ്പി രംഗത്തുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസയും നേരുന്നു. അതേ സമയത്ത് തന്നെ ഫിസിയോതെറാപ്പി ദിനം എന്ന് പറയുന്ന ലോകം മുഴുവൻ ആചരിക്കുന്ന ദിവസമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ. കാരണം എൻ്റെയൊക്കെ ആയുസ് നീട്ടിത്തന്ന, എൻ്റെ വേദനകൾ മാറ്റിത്തന്ന, എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു തരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. വേദനയെ വേദാന്തമാക്കുക എന്ന് കവി പറയും. വേദനയെ വേദാന്തമാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് വേദന അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞാനത് അനുഭവിച്ചുള്ളതാണ്, അത് മാറ്റിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ലോകത്തിന് ഏറ്റവും പ്രമുഖമായ ഒരു ഏർപ്പാടാണ്. തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിയുടെ ഈ ദിവസം അത് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും എടുക്കുന്ന ഈ എഫേർട്ടിനും ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഫിസിയോതെറാപ്പി ഏറ്റവും ശാസ്ത്രീയവും സുരക്ഷിതവുമായ ഒരു ചികിത്സാ രീതിയാണ്. പാർശ്വഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ചികിത്സാ രീതി കൂടിയാണ് ഫിസിയോതെറാപ്പി. രോഗപ്രതിരോധത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൈവന്നിരിക്കുന്ന ഈ കോവിഡ് കാലത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. 2020 ലോക ഫിസിയോതെറാപ്പി ദിനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. CCL ക്രിക്കറ്റ് നടക്കുമ്പോഴാണ് ഫിസിയോതെറാപ്പിയുടെ കൂടുതൽ യൂസ്ഫുൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് ഇഞ്ചുറികൾ ഓവർകം ചെയ്യാൻ സഹായിച്ചത് ഫിസിയോതെറാപ്പിയുടെ സഹായത്തോടുകൂടിയായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള ആവശ്യങ്ങളിൽ ഫിസിയോതെറാപ്പിയെ യൂസ് ചെയ്യുക. ഈ ദിവസത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനം ആചരിക്കുന്ന ഈ ദിവസത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ സമയത്ത് നേരുന്നു. Today is World Physiotherapy Day. It's September 8th, and we are celebrating that. And that too, I being a former patient, about 3 years back. Now I'm normal, so just see the difference between me and the usual patients. On the World Physiotherapist Day, all I just want to say is thank you, because without
all of you, all of the physiotherapists, none of us as especially athletes wouldn't be able to perform on the pitch as well as we can. You are God-sent people. Thank you for all your contributions, and please keep fixing people like the way you are. I hope everyone stays safe and sound during this pandemic. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. രോഗങ്ങളിലും വേദനകളിലും കഷ്ടപ്പെടുന്നവരെ സ്വന്തം കരങ്ങളിൽ സ്നേഹസ്പർശം നൽകി വേദനമുക്തരാക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് എൻ്റെ ഫിസിയോതെറാപ്പി ദിനാശംസകൾ നേരുന്നു. Good day, friends. My name is Clifford Chukwuma, a Nigerian national, a football coach, a former coach of Sporting Club de Goa. I was also a technical director in Cesar Football Academy in Goa. I'm wishing a happy World Physiotherapy Anniversary Day to all my physiotherapy friends. ഇന്ന് സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ. എൻ്റെ എല്ലാ ഫിസിയോതെറാപ്പി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. And I'd like to wish all those hard-working physiotherapists out there a very happy Physiotherapist Day on the 8th of September. All the very best to you boys. Have a blast. Bye. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ആധുനിക ആരോഗ്യ ചികിത്സാ രംഗത്ത് ഫിസിയോതെറാപ്പി കൈവരിക്കുന്ന നേട്ടങ്ങളും അത് ജനങ്ങൾ സ്വീകരിക്കുന്ന രീതിയും ഇന്ന് വളരെ പ്രശംസനീയമാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഫിസിയോതെറാപ്പിയെ ആശ്രയിക്കാത്ത ആളുകൾ തന്നെ വളരെ കുറവാണ്. അത്രയ്ക്ക് ഫിസിയോതെറാപ്പി ജനകീയവും ജനോപകാരപ്രദവുമായി മാറിക്കഴിഞ്ഞു. ഈ സുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. Today is World Physiotherapy Day. My support and best wishes to all physio friends who are working with the disabled community on this World Physio Day 2020. തെറാപ്പിസ്റ്റുകളുടെ പ്രാധാന്യം വളരെ വലിയ നിലയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപകടം മൂലമോ രോഗങ്ങൾ മൂലമോ തളർച്ച സംഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് ബലഹീനത ഉണ്ടാകുന്ന ആളുകൾക്ക് വലിയ നിലയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ഒരു പുതുജീവൻ ഉണ്ടാക്കി കൊടുക്കലാണ് ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ മഹത്തരമായിട്ടുള്ള സേവനം, സൗമ്യമായ പെരുമാറ്റം, ക്ഷമയോട് കൂടിയിട്ടുള്ള അവരുടെ പരിചരണം, ആത്മാർത്ഥതയുള്ള സമീപനം ഒക്കെ തന്നെ വളരെ വലുതാണ്. ആരോഗ്യ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് ദിനത്തിന് എല്ലാ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം നേരട്ടെ. ലോക ഫിസിയോതെറാപ്പി ദിനം. ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഏത് രോഗപരിപാലനത്തിനും അത്യാവശ്യമായ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, ഈ കോവിഡ് മഹാമാരി നമ്മുടെ ലോകമാകെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിസിയോതെറാപ്പി എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായിട്ടും അവരതിൽ ഏറ്റവും അധികം രീതിയിൽ അവർ ആത്മാർത്ഥമായിട്ടും വളരെ നിസ്തുലമായൊരു സേവനമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും ഫിസിയോതെറാപ്പി എന്ന് പറയുന്നതിനെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. ഫിസിയോതെറാപ്പി ദിനത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഫിസിയോതെറാപ്പി വേൾഡ് ഡേയിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഏവരും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയത് നാം എല്ലാവരും കണ്ടതാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ അദ്ദേഹം വ്യായാമം ചെയ്യുന്ന ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ ഇടുകയും അതിന് വലിയ കയ്യടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മാറ്റി നിർത്തുവാനും ഫിസിക്കൽ ഫിറ്റ്നസ് നേടിയെടുക്കുവാനും നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും തീർച്ചയായും ഫിസിയോതെറാപ്പി വലിയ തോതിൽ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ മേഖലയിൽ നിരവധി യുവജനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ദിനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ ആഘോഷമായാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് ഒരുമിച്ച് ചേരുവാനും ഒത്തുകൂടാനുമുള്ള സാധ്യതകളില്ലാത്ത ഈ വർഷം ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഫിസിയോതെറാപ്പി ദിനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന
പ്രിയപ്പെട്ടവരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആണ്. ഈ മേഖലയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.